Hi students, welcome to EdDream. So today we are going to deal with the unit 3, okay, of the paper BEGC 110, that is 110 British Literature 19th century. Okay, so we have covered everything of the unit 1 and 2 of this paper, and today we are dealing with the third unit. Okay, സോ നമ്മൾ ഈ ബ്ലോക്ക്, അതായത് ഈ പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിൽ മൊത്തം നമ്മൾ പഠിക്കുന്നത് എ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്നുള്ള ചാൾസ് ഡിക്കൻസിൻ്റെ വർക്കിനെ കുറിച്ചിട്ടാണല്ലോ. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും ചാൾസ് ഡിക്കൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ടും പഠിച്ചു യൂണിറ്റ് ഫസ്റ്റിൽ. യൂണിറ്റ് 2ൽ നമ്മൾ ഇന്നലെ എന്ത് ചെയ്തു, കഴിഞ്ഞ സെഷനിൽ നമ്മൾ എ ടെയിൽ ഓഫ് 2 സിറ്റീസിൻ്റെ മുഴുവൻ എന്താ പറയുക ഡീറ്റെയിൽഡ് സമ്മറിയിൽ ബുക്ക് 3 ബുക്കുകളാക്കിയിട്ട് വോളിയം ആക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 ബുക്സിൻ്റെയും ഡീറ്റെയിൽഡ് സമ്മറി നമ്മൾ പഠിച്ചു. ഇനി യൂണിറ്റ് 3ൽ നിങ്ങൾക്ക് പറയുന്നത് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ഡിക്കൻസ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഈ നോവലിൻ്റെ പ്രധാന ഭാഗവും ഇസ് റിലേറ്റഡ് ടു ദ ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലേ. 1789 നടന്നിട്ടുള്ള ഫ്രഞ്ച് റെവല്യൂഷൻ്റെ എഫക്റ്റിൽ വന്ന നോവൽ തന്നെയാണ് എ ടെയിൽ ഓഫ് 2 സിറ്റീസ് എന്നുള്ളത്. സോ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ഡിക്കൻസും ഫ്രഞ്ച് റെവല്യൂഷൻ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് 3ൽ പഠിക്കാനുണ്ട്. ഓക്കെ, സോ you can see objectives in your textbook as the first page of unit 3. Okay, so in this unit we will given you an account of what actually happened in France during the revolution. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് എല്ലാ യൂണിറ്റിലും ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അത് കഴിഞ്ഞിട്ടാണ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ യൂണിറ്റിൽ നിങ്ങൾ എന്ത് പഠിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു പോയിൻറ്റ്സ് ആണ് ഒബ്ജക്റ്റീവ്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് നിങ്ങൾ ഈ യൂണിറ്റിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, വാട്ട് ആക്ച്വലി ഹാപ്പൻ ഇൻ ഫ്രാൻസ് ഡ്യൂറിങ് ദ റെവല്യൂഷൻ. അപ്പോൾ ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്ന ടൈമിൽ ശരിക്കും ഫ്രാൻസിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമ്മളിവിടെ പഠിക്കും. ദെൻ ദ ഐഡിയൽസ് ദാറ്റ് ഇൻസ്പയർഡ് ദ മേക്കേഴ്സ് ഓഫ് വൺ ഓഫ് ദ ഗ്രേറ്റ് റെവല്യൂഷൻസ് ഓഫ് യൂറോപ്യൻ ഹിസ്റ്ററി അല്ലേ. അതായത് ഐഡിയൽസ്, ഈ റെവല്യൂഷൻസ് യൂറോപ്യൻ ഹിസ്റ്ററിയിൽ ഇത്തരത്തിലുള്ള റെവല്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെവല്യൂഷണറീസിന് സഹായിച്ചത് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തത് എന്തൊക്കെയാണ്. അടുത്ത് നിങ്ങൾ പഠിക്കുന്നത് ഹൗ ദ കൺസർവേറ്റീവ് ഇംഗ്ലീഷ് പ്രസ് ആൻഡ് 2 ഇൻഡിവിജ്വൽ റൈറ്റേഴ്സ് ബർക്ക് ആൻഡ് കാർലിൽ ജനറേറ്റഡ് ദ ഇമേജസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഡിക്കൻസ് റെപ്രസെൻറ്റേഷൻസ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ഇൻ എ മേജർ വേ. അപ്പം നമ്മൾ ഇവിടെ 2 മെയിൻ ആയിട്ടുള്ള ലിറ്ററേച്ചറിലെ വ്യക്തികളെ നമ്മൾ പഠിക്കും. എഡ്മണ്ട് ബർക്കും കാർലിലും തമ്മിൽ എന്താണ് ഫ്രഞ്ച് റെവല്യൂഷൻ, അവർ യൂസ് ചെയ്ത ഇമേജറീസ് എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നമ്മളിവിടെ പഠിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് ഡിക്കൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്തത്, എന്തിന് ഇത്തരത്തിലുള്ള ഈ നോവൽ എഴുതാനും ഫ്രഞ്ച് റെവല്യൂഷനെ ഒരു മേജർ വേയിൽ കൊണ്ടുപോകാനും എത്തരത്തിലാണ് ഇവർ ഇൻസ്പയർ ചെയ്തതെന്ന് നമ്മളിവിടെ പഠിക്കും. അതുപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷനെ എങ്ങനെയാണ് ചാൾസ് ഡിക്കൻസ് ട്രീറ്റ് ചെയ്തത്, ആ ഒരു ട്രീറ്റ്മെൻറ്റും നമ്മളിവിടെ പഠിക്കും. ഓക്കെ, സോ after going through this unit you will be able to critically compare A Tale of 2 Cities with both what actually happened in France and the conservative discourses that these happenings generated. You will also be in a position to tackle what is self-evidently one of the most important topics in the study of A Tale of 2 Cities, Dickens' treatment of the French Revolution in the novel. Okay, അപ്പോൾ നമുക്ക് critically analyze ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് after we studied this unit. ഓക്കെ, സോ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ ഓരോ പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ ഫ്രാൻസ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ് ഓഫ് 18th സെഞ്ച്വറി എങ്ങനെയാണ് റെവല്യൂഷൻ്റെ ഒറിജിൻ, ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, റെയിൻ ഓഫ് ടെറർ എന്താണ്, ടുവേർഡ്സ് ആൻ എഗലിറ്റേറിയൻ സൊസൈറ്റി എന്താണ്, ഫ്രഞ്ച് റെവല്യൂഷൻ, കൺസർവേറ്റീവ് ഇംഗ്ലീഷ് പ്രസ്, ബർക്ക് ആൻഡ് ദ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ്, കാരലിൽ ആൻഡ് ഫ്രഞ്ച് റെവല്യൂഷൻ, അരിസ്റ്റോക്രസി ആൻഡ് ദ പുവർ ഇൻ എ ടെയിൽ ഓഫ് 2 സിറ്റീസ്, then Dickens' representation of the revolution, the revolutionaries in A Tale of 2 Cities. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്കൊരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, സോ എങ്ങനെയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ ലിറ്ററേച്ചറിനെ ഇൻസ്പയർ ചെയ്തത്
അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്തത് എന്ന് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് എന്താണ് ലിറ്ററേച്ചറിൽ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ചിട്ട് പറയുന്ന മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റും എ ടെയിൽ ഓഫ് ടു സിറ്റീസ് ആണ്. ചാൾസ് ഡിക്കൻസിൻ്റെ എ ടെയിൽ ഓഫ് ടു സിറ്റീസ് എന്ന നോവലാണ് മെയിനായിട്ട് ഫ്രഞ്ച് റവല്യൂഷനെ എക്സ്പ്ലോർ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. ആൻഡ് ഇറ്റ് എക്സാമിൻസ് ബോത്ത് ദ ഹിസ്റ്റോറിക്കൽ റിയാലിറ്റി ഓഫ് ദ റവല്യൂഷൻ ആൻഡ് ദ ലിറ്റററി ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫേർഡ് ബൈ തിങ്കേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് അല്ലേ. അപ്പോൾ ഫ്രാൻസിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റിയാലിറ്റി അല്ലേ, ഹിസ്റ്ററി റിയൽ ചെക്കായിട്ട് നമ്മൾ നോക്കുമ്പോൾ റിയാലിറ്റിയിൽ നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ലിറ്റററി ഇൻ്റർപ്രിട്ടേഷൻസ് പല ആളുകളും പല എന്താ പറയുക ലിറ്ററേച്ചർ പേഴ്സൺസും പലതരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ എന്ത് ചെയ്യും, തിങ്കേഴ്സും റൈറ്റേഴ്സും കൊടുത്തിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് നമ്മളിവിടെ പഠിക്കും. ആൻഡ് ദിസ് യൂണിറ്റ് ഹൈലൈറ്റ്സ് ഹൗ ലിറ്ററേച്ചർ ഡസ് നോട്ട് സിംപ്ലി നറേറ്റ്സ് ഇവൻ ബട്ട് ഇൻ്റർപ്രറ്റ്സ് ആൻഡ് ക്രിട്ടിക് ദം അല്ലേ. വെറുതെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാതെ ശരിക്കും എന്താണ് ക്രിട്ടിക്സുകൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത്, അവർ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ നമ്മളിവിടെ പഠിക്കും. ആൻഡ് മൾട്ടിപ്പിൾ പേഴ്സ്പെക്റ്റീവ്സിലാണ്, ഒരൊറ്റ കാഴ്ചപ്പാടിൽ മാത്രമല്ല ഫ്രഞ്ച് റവല്യൂഷനെ കണ്ടിട്ടുള്ളത്. പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഫിയർ ആയിട്ടുണ്ട്, ജസ്റ്റിഫിക്കേഷൻ ആയിട്ടുണ്ട്, ഒരു വാണിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ Dickens uses the revolution not just as a historical background but a moral lesson for society, especially for Victorian England അല്ലേ. അപ്പോൾ ഡിക്കൻസ് ഫ്രഞ്ച് റവല്യൂഷനെ യൂസ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയാൻ വേണ്ടി മാത്രമല്ല, പക്ഷേ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു മോറൽ ലെസൺ കൂടിയായിരുന്നു. പ്രത്യേകിച്ച് വിക്ടോറിയൻ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു മോറൽ എന്താണ് മോറൽ ലെസൺ കൂടിയായിരുന്നു എന്നാണ് പറയുന്നത്. Okay, so that's all about that introduction part. Okay. ഇനി നിങ്ങൾ ആ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഒന്ന് വായിച്ച് നോക്കുക. അവിടെ ഡിക്കൻസിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട് കേട്ടോ, അതൊന്ന് ജസ്റ്റ് വായിച്ച് പോവാം. ദെൻ ഫ്രാൻസ് ഇൻ ദ ലാസ്റ്റ് ഡിക്കേഡ് ഓഫ് ദ 18th century. ഫ്രാൻസ് ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ്സ് ഓഫ് ദ 18th century. അതായത് 18th century നമ്മൾ 19th centuryയിലാണ് ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 18th century അവസാനിക്കുന്ന ആ കാലഘട്ടത്തിൽ 19th century തുടങ്ങുന്ന ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ഫ്രാൻസ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ദ ഫ്രഞ്ച് റവല്യൂഷൻ വാസ് നോട്ട് എ സഡൻ ഇവൻറ്റ് അറ്റ് ഓൾ ബട്ട് സംതിങ് ദാറ്റ് ഡെവലപ്ഡ് ഓവർ ലാസ്റ്റ് 5 years അല്ലേ. പറയുന്നുണ്ട് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് പെട്ടെന്നൊരു വർഷം പൊട്ടിമുളച്ച് വന്നിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷേ കഴിഞ്ഞ 5 വർഷമായിട്ട് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു റവല്യൂഷൻ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ഒറിജിൻസ് മേ ബി ലൊക്കേറ്റഡ് ഇൻ 1787 ഇൻ ദ അരിസ്റ്റോക്രാറ്റിക് അറ്റംപ്റ്റ് ടു ക്യാപ്ചർ സ്റ്റേറ്റ് പവർ. സ്റ്റേറ്റ് പവറിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അരിസ്റ്റോക്രാറ്റ്സ് നടത്തിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഇത് എന്ന് നമുക്ക് പറയാം. അതും 1787. ഓക്കെ, അത് ഓർക്കുക. 1787 ഈ ഒരു അറ്റംപ്റ്റ് നടന്നു. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ട് 1789 നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, a time when France under the absolute monarchy of Louis XIV. ഓക്കെ, അങ്ങനെ തന്നെയാണ്, ലൂയിസ് 14 തന്നെയാണ്. 1 minute. ലൂയിസ് ലൂയിസ് 14. സോറി, ലൂയിസ് 16 ആണ് കേട്ടോ. ലൂയിസ് 16 അത് വായിക്കുക. ലൂയിസ് 16 ആണ്. നമുക്കറിയാം എക്സിട്ട 10 ആണ് അല്ലേ, എക്സ് 10 ആണ്, പിന്നെ ഇത് 6 ആണ്, V1 പറയുന്നത് 6 ആണ്. അപ്പോൾ ലൂയിസ് 16 എന്ന് പറയുന്ന ആളുടെ കീഴിലായിരുന്നു ലൂയിസ് 16 എന്ന് പറയുന്ന ആളുടെ കീഴിലായിരുന്നു ആര്, ഫ്രാൻസ് എന്ന് പറയുന്നത് ആ ടൈമിൽ. ഓക്കെ, അപ്പോൾ ലൂയിസ് 16ൻ്റെ മൊണാർക്കി ആയിരുന്നു, അതും ഒരു അബ്സല്യൂട്ട് മൊണാർക്കി ആയിരുന്നു ആ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നത്. ആൻഡ് ഫേസ്ഡ് ഇർറിസോൾവബിൾ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ക്രൈസിസ്. അപ്പോൾ ആ ടൈമിൽ ഉണ്ടായിരുന്ന റിസോൾവ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള എക്കണോമിക്കും പൊളിറ്റിക്കലും ആയിട്ടുള്ള ക്രൈസിസുകൾ നേരിട്ടിരിക്കുന്ന ടൈമും കൂടി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ദ അരിസ്റ്റോക്രാറ്റിക് അറ്റംപ്റ്റ് ടു ഗെയിൻ അബ്സല്യൂട്ട് ഡൊമിനൻസ് ബിറ്റർലി antagonized the middle class, which had fought long and hard to gain adequate representation in the French parliament. They now demanded that issues in parliament be decided by majority voting rather than by older feudal method of voting by order. Okay, so ആ ടൈമിൽ
ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള പാവപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തത്, ഹാഷ് ആയിട്ടുള്ള സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താണ് അല്ലേ, ഭയങ്കര ബിറ്ററായിട്ടൊരു ആൻറ്റഗോണൈസ്ഡ് മാനറിലേക്ക് വന്നതും ഈ മിഡിൽ ക്ലാസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ ഡിമാൻഡ് ചെയ്തൊരു കാര്യമുണ്ട്, ഫ്രഞ്ച് പാർലമെൻറ്റിൽ ഡിമാൻഡ് ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു, അതായത് ഫോട്ട് ലോങ് ആൻഡ് ഹാർഡ് ടു ഗെയിൻ അഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ദ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രഞ്ച് പാർലമെൻറ്റിൽ ഒരു കുറച്ചൊക്കെ ഒരു അവകാശം ഇവർക്കും വേണം എന്നുള്ള ആ ഒരു കാര്യം ആര് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഫ്രാൻസിലെ മിഡിൽ പീപ്പിൾ അവർ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ അപ്പോൾ ആ മിഡിൽ ക്ലാസ്സിലെ ആളുകളും എന്ത് ചെയ്യാൻ തുടങ്ങി, അതായത് അവർക്കും പാർലമെൻറ്റിൽ കുറച്ച് വോയിസ് വേണം എന്ന് അവരും ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവരതിന് വോട്ട് ചെയ്യാൻ തുടങ്ങി, ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്പോൾ ഒരു എന്താണ് പഴയ രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് ഫ്യൂഡൽ രീതിയിലുള്ള മെത്തേഡായിരുന്നു ഓർഡർ എന്നുള്ള രീതിക്ക് എന്താണ് കാര്യങ്ങൾ നീക്കുക എന്നുള്ളത് പാർലമെൻറ്റിൽ. അപ്പോൾ അവർ മജോറിറ്റി വോട്ടിങ്ങിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നതിന് വേണ്ടി അവർ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഓരോ ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ലേറ്റ് 1700s ഫ്രാൻസിന് കുറച്ച് 3 രീതിക്ക് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അതായത് ക്ലേർജി, നൊബിലിറ്റി, കോമണേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 3 വിഭാഗങ്ങൾ ആക്കിയിട്ടുണ്ടായിരുന്നു സൊസൈറ്റീനെ. ക്ലേർജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അല്ലേ, ക്ലേർജി മാൻ എന്ന് പറയില്ലേ, ചർച്ചിൽ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് കുറച്ചും കൂടി റിലീജിയസ് പരമായിരിക്കും അവരുടെ കാര്യങ്ങൾ. പിന്നെ നൊബിലിറ്റി എന്ന് പറയുമ്പോൾ നോബിൾ ആൾക്കാർ അല്ലേ, അതായത് കുറച്ച് ഹൈ ക്ലാസ് ലെവൽ ആൾക്കാർ, അവർ ഹു ഹെൽഡ് ഓൾ ദ പവർ ആൻഡ് ദ വെൽത്ത് അല്ലേ, അവർക്കാണ് ഏറ്റവും കൂടുതൽ പൈസയും വെൽത്തും പവറും എല്ലാം ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. 3ാമത്തെ ആൾക്കാരാണ്, അതായത് കോമൺ പീപ്പിൾസ്, കോമണേഴ്സ്, അവരാണ് ഏറ്റവും താഴെ തട്ടിൽ കണ്ടിരുന്നത്. അവരെന്ത് ചെയ്യണം, ഹൂ പെയ്ഡ് ഓൾ ദ ടാക്സസ് ബട്ട് ഹാഡ് നോ സേ അല്ലേ, അതായത് എല്ലാ ടാക്സുകളും മറ്റു കാര്യങ്ങളും ഈ പ്രഭുക്കന്മാർ ചുമത്തുന്ന കാര്യങ്ങളൊക്കെ ഇവർ ടാക്സ് ആയിട്ട് അടയ്ക്കണം, എന്നാൽ അവർക്കൊരു വോയിസ് ഉണ്ടോ, ഇല്ല. അങ്ങനെ അത്തരത്തിൽ ഭയങ്കരമായിട്ട് ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ട് കണ്ടിരുന്ന ആൾക്കാരായിരുന്നു കോമണേഴ്സ് എന്നുള്ളത്. ഓക്കെ, സോ എന്താണ് അത് ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വന്നതോടുകൂടി തന്നെ കുറേയൊക്കെ ഇവരെന്ത് ചെയ്യാൻ ഭയങ്കരമായിട്ട് സൊഫിസ്റ്റിക്കേറ്റഡ് ആവാൻ തുടങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ സഹിച്ചിട്ടുമുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോ ഇൻ ദ ലേറ്റ് 1700s ഫ്രാൻസ് വാസ് മാർക്ക്ഡ് ബൈ ഡീപ്പ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് എക്കണോമിക് ക്രൈസിസ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാം, 1700 ആ കാലഘട്ടത്തിൽ ഫ്രാൻസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തത് കൊണ്ട് മാത്രമല്ല, വേറെ പല കാരണങ്ങളാലും സോഷ്യലി ഇനീക്വാലിറ്റീസും അല്ലേ, അതുപോലെ എക്കണോമിക് ക്രൈസിസും ഒക്കെ നേരിടാൻ തുടങ്ങി. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു 3 സ്റ്റേറ്റ്സ്, നമ്മളിവിടെ പറഞ്ഞ പോലെ ക്ലർജി, നൊബിലിറ്റി, കോമൺ പീപ്പിൾ. ദെൻ ദ ഫസ്റ്റ് 2 estates enjoyed privileges and exemptions from taxes, while the third state which included peasants and the middle classes. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റേറ്റിലും എങ്ങനെയാണ് ആരൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് 2 സ്റ്റേറ്റ്സിൽ പ്രിവിലേജ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതായത് ക്ലർജിയും നൊബിലിറ്റിയും, അവർക്ക് കുറച്ചുകൂടി പ്രിവിലേജുകൾ കൂടുതലാണ്. ആൻഡ് എക്സംഷൻസ് ഫ്രം ടാക്സുകൾ അടയ്ക്കേണ്ട കാര്യം അവർക്കില്ല എന്ന് പറയുന്നുണ്ട്. വൈൽ ദ തേർഡ് സ്റ്റേറ്റിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഏതാണ്, കോമൺ ആൾക്കാർ, അവർ ആരൊക്കെയാണ്, പെസൻസ് ആണ്, മിഡിൽ ക്ലാസ് ആൾക്കാരാണ് അല്ലേ. ആൻഡ് ബോർ ദ എൻറ്റയർ ബേർഡൻ ഓഫ് ടാക്സേഷൻ്റെ ഒരു എൻറ്റയർ ബേർഡനും താങ്ങിയിരുന്നത് അത്തരത്തിലുള്ള കോമൺ ആൾക്കാരാണ്. വിത്തൗട്ട് പൊളിറ്റിക്കൽ പവർ, പൊളിറ്റിക്കലി അവർക്ക് എന്തെങ്കിലും പവർ ഉണ്ടോ, അതുമില്ല. ഓക്കെ, സോ ദിസ് ഇംബാലൻസ് ക്രിയേറ്റഡ് വൈഡ് സ്പ്രെഡ് റിസെൻറ്റ്മെൻറ്റ് അല്ലേ. അതായത് അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരു ഇനീക്വാലിറ്റി, ഒരു ഇംബാലൻസ് അവിടെ ഉണ്ട്. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റി അല്ല നമുക്കവിടെ കാണുന്നത്. കുറേ പേര് ഉയർന്നു നിൽക്കുന്നു, കുറേ പേര് താഴ്ന്നു നിൽക്കുന്നു. അപ്പോൾ ഇതൊരു ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു, additionally poor harvest and rising food prices led to famine and suffering, intensifying public anger അല്ലേ. അതായത് പുവർ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ഭക്ഷണങ്ങൾ അല്ലേ, ഭക്ഷണ പദാർത്ഥങ്ങൾ
അവർ എന്ത് ചെയ്യണം, വിതയ്ക്കണം, കൊയ്യണം, എന്നാൽ അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇല്ല. സോ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ഫെമൈൻ ആൻഡ് സഫറിങ്ങിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഭയങ്കര ക്രൈസിസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പബ്ലിക് ആങ്കർ അല്ലേ, മൊത്തമായിട്ട് ആൾക്കാർക്ക് ഈ ഒരു ക്ലർജിമാനിൻ്റെ അടുത്തും അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളോടത്തും ഒരു ദേഷ്യം, ഒരു ആങ്കർ വരുന്ന ഒരു പബ്ലിക് ആങ്കർ ലെവലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ ദിസ് അൺസ്റ്റേബിൾ കണ്ടീഷൻ ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ റവല്യൂഷണറി ചേഞ്ച്. സോ ഈ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷനാണ് ശരിക്കും ഈ റവല്യൂഷണറി ചേഞ്ചിൻ്റെ ഒരു ചേഞ്ച് അവിടെ വേണമെന്നും ആളുകൾക്ക് തോന്നുകയും ഒരു റവല്യൂഷൻ കൊണ്ടുവരണം എന്നുള്ള ഒരു ഡിസിഷനിലേക്കും എത്തിക്കാനുള്ള ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവന്നത്. ഓക്കെ, ഈ 3 ഡിവിഷൻ ഓഫ് ദ സൊസൈറ്റി, പിന്നെ അവിടെ നിന്നായിരുന്ന ഇംബാലൻസ്, ഇനീക്വാലിറ്റീസ് എല്ലാം. ഓക്കെ, സോ അതാണ് ഒരു ഒറിജിൻ ഓഫ് റെവല്യൂഷൻ ആയിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഒറിജിൻ. അപ്പോൾ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് 1700s ഉണ്ടായിരുന്ന പഴയകാല ഫ്രാൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ. ഇനി റെവല്യൂഷൻ എങ്ങനെയാണ് ഇങ്ങനെ ഉടലെടുത്ത് വരുന്നത്, സോ ദ സ്റ്റാർട്ടിങ് ഓഫ് ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് ആൻഡ് ഫോർ വാട്ട് ഇറ്റ് സ്റ്റാർട്ടഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ദ ഒറിജിൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ലൈ ഇൻ എ കോമ്പിനേഷൻ ഓഫ് എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ കോസസ്. ഇത്രയും 3 കാര്യത്തിൻ്റെ കോമ്പിനേഷനിലാണ് ഈ ഒരു റെവല്യൂഷൻ ലൈ ചെയ്യുന്നത്. ഓക്കെ, എക്കണോമിക് വേണം, സോഷ്യൽ വേണം, പൊളിറ്റിക്കൽ കോസസ്, ഇതിനൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടാവാൻ കാരണം. ഓക്കെ, ഫിനാൻഷ്യൽ ബാങ്ക്രപ്സി ഫോഴ്സ്ഡ് ദ മൊണാർക്കി ടു ഇമ്പോസ് മോർ ടാക്സസ് വിച്ച് ഫർദർ ആങ്കർഡ് ദ ഓൾറെഡി ബർഡൻഡ് കോമൺ പീപ്പിൾ അല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിൽ മൊണാർക്കി ആയിരുന്നല്ലോ, ഭരണം ഉണ്ടായിരുന്ന രാജാക്കന്മാർക്കായിരുന്നു. അപ്പോൾ അവരുടെ ബാങ്ക്രപ്സി, അതായത് കൊള്ളയും കാര്യങ്ങളൊക്കെ കൊണ്ട് ഫിനാൻഷ്യലി കുറച്ച് ക്രൈസിസ് വന്നായിരുന്നു. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ അവർ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ടാക്സിൻ്റെ വില വർദ്ധിപ്പിക്കുക, കോമൺ പീപ്പിളുടെ മേലെ ടാക്സ് കൂടുതൽ ചുമത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ അത് കോമൺ പീപ്പിൾസിന് എന്താണ്, അത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ആങ്കർ ആവാൻ തുടങ്ങി. ഓൾറെഡി ബേർഡൻഡ് ആയിട്ട് ഇരിക്കുകയാണ് കോമൺ പീപ്പിൾ. അപ്പോൾ കുറച്ചുകൂടി കൂടുതൽ ചുമത്തുമ്പോൾ ടാക്സ് അവർക്ക് മീൻസ് ബെയർ ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു. So the middle class inspired by enlightenment ideas of freedom and equality. അപ്പോൾ മിഡിൽ ക്ലാസ് അവർക്കൊരു എൻലൈറ്റ്മെൻറ്റ് അല്ലേ, അവർക്കൊരു പുതിയ മോചനം എന്നുള്ള രീതിക്ക് ഒരു ആശയങ്ങൾ വരാൻ തുടങ്ങി. എന്താ, ഫ്രീഡം വേണം, അവർക്ക് ഈക്വാലിറ്റി വേണം. ആൻഡ് ഡിമാൻഡഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ അല്ലേ, പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ട് അവർക്ക് കൂടി പാർട്ടിസിപ്പേഷൻ വേണം എന്നുള്ള ഒരു തോന്നലും വരാൻ തുടങ്ങി. ആൻഡ് വെൻ ദെയർ ഡിമാൻഡ്സ് വെർ ഇഗ്നോർഡ് ദേ ഓർഗനൈസ്ഡ് ദംസെൽസ് ഇൻ ടു ദ നാഷണൽ അസംബ്ലി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ മുന്നോട്ട് വെച്ചപ്പോൾ മൊണാർക്കിയിലിരിക്കുന്ന ആൾക്കാർ അവരെ നിഷ്പക്ഷം നിഷേധിക്കുകയാണ് ചെയ്തത്. അതായത് ഇഗ്നോർ ചെയ്തു അല്ലേ, അവരെ ആ ഒരു കാര്യങ്ങൾ ഇഗ്നോർ ചെയ്തപ്പോൾ അവരെന്താ ചെയ്തത്, ദേ ഓർഗനൈസ്ഡ് ദംസെൽസ് ഇൻ ടു ദ നാഷണൽ അസംബ്ലി. നാഷണൽ അസംബ്ലിയിൽ അവരെ തന്നെ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് റോയൽ അതോറിറ്റീനെ ചലഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു ആ ഒരു അസംബ്ലി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് സ്റ്റോമിംഗ് ഓഫ് ദ ബാസ്റ്റിൽ 1789 സ്റ്റോമിംഗ് ഓഫ് ദ ബാസ്റ്റിൽ എന്ന് പറഞ്ഞ ഒരു സംഭവം നടക്കുന്നത്. ഓക്കെ, സ്റ്റോമിംഗ് ഓഫ് ദ ബാസ്റ്റിൽ 1789. ഓക്കെ, സോ അതൊരു എന്താണ്, അതൊരു ബിക്കെയിം എ സിംബോളിക് ആക്ട് ഓഫ് റിബല്യൻ. അവരുടെ റിബല്യൻ്റെ, അവരുടെ ആക്രമണത്തിൻ്റെ ഒരു സിംബലായിട്ട് ആദ്യം വന്നത് ഈ ഒരു അക്രമമായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സംഭവമായിരുന്നു. റെപ്രസെൻറ്റിംഗ് ദ പീപ്പിൾസ് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ടൈറനി അല്ലേ, അന്ന് നിലനിന്നിരുന്ന രാജാക്കന്മാരുടെ ഭരണത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് കോമൺ പീപ്പിൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു സിംബോളിക് അല്ലെങ്കിൽ പീപ്പിൾ ആളുകളുടെ ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു അത്. സോ ദസ് റെവല്യൂഷൻ ബിഗാൻ ആസ് എ സ്ട്രഗിൾ ഫോർ ജസ്റ്റിസ് ആൻഡ് റെപ്രസെൻറ്റേഷൻ. അങ്ങനെയാണ് അവിടെ നിന്ന് ഒരു റെവല്യൂഷൻ, ഒരു ജസ്റ്റ് സ്റ്റാർട്ട് വരുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഫോർ ജസ്റ്റിസ് ആൻഡ് റെപ്രസെൻറ്റേഷൻ അല്ലേ, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ സെൽഫ് റിപ്രസെൻറ്റേഷൻ വേണ്ടിയിട്ടും അതുപോലെ ജസ്റ്റിസിന് വേണ്ടിയിട്ടും. ഓക്കെ, സോ ഈ സ്റ്റോമിംഗ് ഓഫ് ദ ബാസ്റ്റിൽ എന്ന് പറയുന്നത് വിച്ച് ഒക്കേർഡ് ഇൻ പാരീസ് ഫ്രാൻസിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് 1789 ജൂലൈ 14. ഓക്കെ, സോ ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് പൊളിറ്റിക്കൽ വയലൻസ് ബൈ റെവല്യൂഷണറി ഇൻസർജൻസ് ഹു അറ്റംപ്റ്റ് ടു സ്റ്റോം ആൻഡ് seize control of the medieval armory fortress and political prison known as Bastille. After 4 hours of fighting and 94 deaths, the insurgents were able to enter the Bastille. The government of the Bastille, Bernard René Jourdan de
Launay and several members of the garrison were killed after surrendering. At the time, the Bastille represented royal authority in the center of Paris. The prison contained only 7 inmates at the time of its storming and was already scheduled for demolition, but was seen by the revolutionaries as a symbol of the monarchy's abuse of power. Its fall was the flashpoint of the French Revolution. Okay. സോ ഫ്രഞ്ച് റെവല്യൂഷൻ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ബാസ്റ്റിൽ ഓഫ് സ്റ്റോമിങ് ഓഫ് ബാസ്റ്റിൽ എന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇത് കാണാം. ആ ബാസ്റ്റിൽ ആ ഒരു എന്താ പറയുക ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു അക്രമത്തിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇവർ അന്നത്തെ ഗവൺമെൻറ്റിനെതിരെയായിട്ട് നടത്തിയിട്ടുള്ള ഒരു കലാപം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ 1789 ജൂലൈ 14 അവർ ആഫ്റ്റർനൂണിലായിരുന്നു, ഉച്ച തിരിഞ്ഞിട്ട് ഫ്രാൻസിൽ അല്ലെ പാരീസിൽ ബാസ്റ്റൈൽ ഒരു ജയിലാണ് കേട്ടോ, ജയിലാണ് ബാസ്റ്റൈൽ എന്ന് പറയുന്നത്. അവിടെ സംഭവിച്ചൊരു ആക്രമണമാണ് ബാസ്റ്റൈൽ കോട്ടയുടെ ആക്രമണം എന്നാണ് മലയാളത്തിൽ അതിനെ പറയുക. സോ ഓക്കെ, സോ ഇത് ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ 7 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ തടവിൽ 7 പേര് ആണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആ ഒരു ആ മൊണാർക്കി ഉണ്ടല്ലോ, രാജവാഴ്ച, അതിൻ്റെ അധികാര ദുർവിനിയോഗത്തിൻ്റെ പ്രതീകമായിട്ട് വിപ്ലവകാരികൾ അതിനെ കാണുകയാണ് ചെയ്തത്. വിപ്ലവകാരി പറഞ്ഞാൽ ഫ്രഞ്ച് റെവല്യൂഷൻസ്. ഓക്കെ, സോ അതായിരുന്നു ഒരു ഫ്ലാഷ് പോയിൻ്റ്, ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഒരു ഫ്ലാഷ് പോയിൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിരുന്നത്. ഓക്കെ, സോ ഒറിജിൻ ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് നമുക്ക് ഈ ഒരു സ്റ്റോമിംഗ് ഓഫ് ദ ബാസ്റ്റിലിനെ പറയാം. ഓക്കെ, ഇനി അടുത്തതാണ് ദ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. ദ റെയിൻ ഓഫ് ടെറർ. ഓക്കെ, so it was the popularization of the French Revolution that first sowed the seed of future conflict among the revolutionaries. Okay, so as the revolution progressed, it entered a radical phase known as the reign of terror. ഒരു റാഡിക്കൽ ഫേസ് അവിടെ മെല്ലെ വരാൻ തുടങ്ങി. ഓക്കെ, സോ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു റാഡിക്കൽ പറഞ്ഞാൽ എന്താണ്, കുറച്ചുകൂടി മതപരമായിട്ടല്ലാത്ത പക്ഷത്തിൽ വരുന്നൊരു സംഭവമാണ് ഈ റാഡിക്കൽ. ഓക്കെ, സോ ഈ റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത് ഒരു ബ്രൂട്ടലായിട്ടുള്ള റാഡിക്കൽ ഫേസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. അതായത് മാസ് എക്സിക്യൂഷൻ ആൻഡ് എക്സ്ട്രീം സ്റ്റേറ്റ് റെപ്രഷൻ ടു സപ്രസ് പെർസീവ്ഡ് എനിമീസ് ഓഫ് ദ ഫ്രഞ്ച് റിപ്പബ്ലിക്. ഫ്രഞ്ച് റിപ്പബ്ലിക്കിലെ എനിമീസ് ആയിട്ടുള്ള ആൾക്കാരെ ക്രൂരമായിട്ട് എന്ത് ചെയ്യാണ്, പുറത്താക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു റെയിൻ ഓഫ് ടെറർ എന്നുള്ളത്. ഓക്കെ, ഓക്കെ, സോ എന്താ പറയുന്നത്, ഡ്യൂറിങ് ദിസ് പീരിയഡ് റെവല്യൂഷണറി ലീഡേഴ്സ് സോഡ് ടു എലിമിനേറ്റ് ഓൾ എനിമീസ് ഓഫ് ദ റെവല്യൂഷൻ. ഓക്കെ, സോ ആ ഒരു പീരിയഡിൽ റെവല്യൂഷണറി ലീഡേഴ്സ് എന്ത് ചെയ്തു, അവരുടെ എനിമീസ് ആയിട്ടുള്ള റെവല്യൂഷനിലെ അവരുടെ എനിമീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഇൻക്ലൂഡിങ് നോബിൾസ് ആൻഡ് ഈവൻ ഓർഡിനറി സിറ്റിസൻസ് വെർ എക്സിക്യൂട്ടഡ് യൂസിങ് ദ എന്താ പറയണേ ഗില്ലോട്ടിൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ ഇവരുടെ എനിമീസിൻ്റെ എലിമിനേറ്റ് ചെയ്യണമെന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് എന്ത് ചെയ്തത്, അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടത്. ഓക്കെ, ഗില്ലറ്റിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ പറയില്ലേ, ഒരു വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശിരച്ഛേദം ചെയ്യില്ലേ നമ്മൾ, അല്ലേ, കഴുത്തറുത്തിട്ട് കൊല്ലുക, അതിനെയാണ് പറയുന്നത്. ഭയങ്കര ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കഴുത്ത് വെട്ടിയിട്ട് കൊല്ലുന്ന ഒരു ഉപകരണമാണ് ഈ ഗില്ലറ്റിൻ എന്ന് പറയുന്നത് കേട്ടോ. സോ അത് ഉപയോഗിച്ചിട്ട് ഇവരെന്ത് ചെയ്തു, കുറേ നോബിളായിട്ടുള്ള ആൾക്കാരെയും അതിൻ്റെ കൂടെ തന്നെ ഓർഡിനറി സിറ്റിസൻസും അല്ലേ സാധാരണ ആളുകളും അതിലുണ്ടായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു, ഗില്ലറ്റിൻ ഉപയോഗിച്ചിട്ട് ഇവരെ എക്സിക്യൂട്ട് ചെയ്തു, കൊല്ലുകയാണ് ചെയ്തത്. സോ വാട്ട് ബിഗാൻ ആസ് എ ഫൈറ്റ് ഫോർ ജസ്റ്റിസ് ടേൺഡ് ഇൻ ടു എ പീരീഡ് ഓഫ് എക്സ്ട്രീം വയലൻസ് ആൻഡ് ഫിയർ. അപ്പോൾ ജസ്റ്റിസിന് വേണ്ടി, നീതിക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു റെവല്യൂഷൻ പിന്നീട് അതെന്തായി മാറി, എക്സ്ട്രീം വയലൻസിലേക്കും ഫിയറിലേക്കും മാറി തുടങ്ങി. ഓക്കെ, സോ ദ റെവല്യൂഷൻ ഇൻസ്റ്റെഡ് ഓഫ് ബ്രിങ്ങിങ് സ്റ്റെബിലിറ്റി ക്രിയേറ്റഡ് കയോസ്. അല്ലേ, ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ള ഈ ഒരു ഫൈറ്റ് ടേൺ ചെയ്തത് എന്താണ്, ഒരു പീരീഡ് ഓഫ് അല്ലേ, ഒരു എന്താണ് കയോസ്, അല്ലേ, പലതരം ലഹളകളിലേക്കും. പിന്നെന്താണ്, ഷോയിങ് ഹൗ ഐഡിയലിസ്റ്റിക് മൂവ്മെൻറ്റ്സ് ക്യാൻ ബിക്കെയിം ഡിസ്ട്രക്റ്റീവ് വെൻ ഡ്രൈവൻ ബൈ റിവെഞ്ച് ആൻഡ് സസ്പിഷൻ. അല്ലേ, ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണ് ഡിസ്ട്രക്റ്റീവ്, അല്ലേ, നാശനഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രതികാരവും അവിടെ സസ്പീഷൻസൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയാണത് ഒരു പെട്ടെന്നൊരു ചേഞ്ച് വരിക എന്നുള്ള ഒരു കാര്യം അതിലൂടെ നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് റെവല്യൂഷൻ്റെ 2 സൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത്
എന്താ ജസ്റ്റിസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഇവരെന്ത് ചെയ്തു, കുറേ എക്സിക്യൂഷനും കാര്യങ്ങളും അല്ലേ, അവരുടെ എനിമീസിനെ പുറത്താക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തൗസൻഡ്സ് ഓഫ് പീപ്പിളാണ് അവിടെ മരണപ്പെടുകയുണ്ടായത്. അപ്പോൾ അവിടെ വയലൻസും ഡെത്തും എല്ലാം അവിടെ വരികയുണ്ടായി. അപ്പോൾ ഇതേ കാര്യം നമ്മൾ എവിടെ പറയുന്നുണ്ട്, ചാൾസ് ഡിക്കൻസിൻ്റെ ടെയിൽ ഓഫ് ടു സിറ്റീസിലും പറയുന്നുണ്ട്, ടു സൈഡ്സ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലേ. ആ ഒരു ജസ്റ്റിസിന് വേണ്ടിയിട്ട് പറയുമ്പോൾ ഇപ്പുറത്ത് മാഡം ഡിഫാജൻ്റെ എന്ത് പറയുന്നുണ്ട് അല്ലേ, ആ റിവെഞ്ചും കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് റെയിൻ ഓഫ് എന്ത് ടെറർ എന്നുള്ള അല്ലേ. ആ ടെറർ റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു എന്താ പറയുക, കിങ് ഭരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിനെയാണ് റെയിൻ എന്ന് പറയുന്നത്. സോ ടെററിൻ്റെ റെയിൻ എന്നാണ്, അത്രയും ഭീതിപ്പെടുത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന് പറയാനാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തതാണ് ടുവേർഡ്സ് ആൻ ഇഗാലിറ്റേറിയൻ സൊസൈറ്റി. ഓക്കെ, ഇഗാലിറ്റേറിയൻ സൊസൈറ്റി എന്താണ് ഇഗാലിറ്റേറിയൻ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഗാലിറ്റേറിയൻ സൊസൈറ്റി അതായത് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ ചാൻസസ്, ഓക്കെ, അവർ ഈക്വൽ വോയിസസ് ഫോർ എവറിത്തിങ്, അതിനാണ് ഇഗാലിറ്റേറിയൻ. മൊത്തത്തിൽ ഒരു ഈക്വൽ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ വേണം, അങ്ങനെ ഒരു സൊസൈറ്റി വേണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇഗാലിറ്റേറിയൻ സൊസൈറ്റി. ഓക്കെ, സോ despite its violence, the revolution aimed to establish an egalitarian society where all individuals would be equal before the law. അല്ലേ, അപ്പോൾ ഇവർ ഈ റെവല്യൂഷൻ്റെ വയലൻസ് ഒക്കെ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർ കുറച്ചുകൂടി എയിം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റീനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതായിരുന്നു. അതെന്താണ്, വേർ ഓൾ ഇൻഡിവിജ്വൽസ് വുഡ് ബി ഈക്വൽ ബിഫോർ ദ ലോ അല്ലേ, ഒരു നിയമത്തിന് മുന്നിൽ എല്ലാ ഇൻഡിവിജ്വൽസും ഈക്വൽ ആയിരിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ. സോ ഫ്യൂഡൽ പ്രിവിലേജസ് വെർ അബോളിഷ്ഡ് അല്ലേ, ഫ്യൂഡൽ ആയിട്ടുള്ള മുന്നിൽ നിന്നായിരുന്ന ആൾക്കാരൊക്കെ അബോളിഷ് ചെയ്യപ്പെട്ടു. ആൻഡ് എഫേർട്സ് വർ മെയ്ഡ് ടു ക്രിയേറ്റ് എ സൊസൈറ്റി ബേസ്ഡ് ഓൺ ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. അങ്ങനെയാണ് അല്ലേ സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ ഒരു 3 വാക്യത്തേക്കുള്ള ഒരു എഫേർട്ട് അവിടെ കണ്ടുവരുന്നത്. ദെൻ ഹവർ ദ പ്രോസസ് വാസ് നോട്ട് സ്മൂത്ത്. പക്ഷേ ഇത് പെട്ടെന്നുള്ള ഒരു ഇക്വാലിറ്റി കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രോസസ്സ് വളരെ സ്മൂത്തായ ഒരു കാര്യമായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. സോ ദ അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് ഈക്വാലിറ്റി ഓഫൺ ലെഡ് ടു എക്സസീവ് കൺട്രോൾ ആൻഡ് വയലൻസ് അല്ലേ, ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള കൺട്രോൾസിനും വയലൻസിനൊക്കെ ഇത് വഴി മാറിയിട്ടുണ്ട്. റേസിംഗ് ക്വസ്റ്റ്യൻസ് അബൌട്ട് വെദർ ട്രൂ ഇക്വാലിറ്റി ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ ഫോഴ്സ് അല്ലേ, ഒരു ശരിക്കും എന്താണ് ഒരു ട്രൂ ആയിട്ടുള്ള ഒരു ഇക്വാലിറ്റി നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടാണോ നമുക്ക് കിട്ടേണ്ടത് എന്നൊക്കെ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ദിസ് ടെൻഷൻ ബിറ്റ്വീൻ ഐഡിയലിസം ആൻഡ് റിയാലിറ്റി ഈസ് എ സെൻട്രൽ തീം ഓഫ് എക്സ്പ്ലോർഡ് ഇൻ ലിറ്ററേച്ചർ. അപ്പോൾ ലിറ്ററേച്ചറിൽ എക്സ്പ്ലോർ ചെയ്തുള്ളൊരു സെൻട്രൽ തീമും കൂടിയാണിത്. എന്താണ് ആ ടെൻഷൻ ബിറ്റ്വീൻ ഐഡിയലിസം ആൻഡ് റിയാലിറ്റി. നമ്മൾ ഐഡിയലിസം എന്ന് പറയുന്നത് നമുക്ക് ഇക്വാലിറ്റി തന്നെ കിട്ടേണ്ടതാണ്, ഫോഴ്സ് ചെയ്തിട്ട് കിട്ടേണ്ടതാണോ ഐഡിയലിറ്റി, അതാണ് ഈ ഐഡിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമുക്ക് കിട്ടേണ്ട ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റി എന്നുള്ളത് ഫോഴ്സ് ചെയ്യാതെ കിട്ടേണ്ടതാണുള്ളത്, അത് ആ ഒരു ഐഡിയലിസം. പിന്നെ എന്താ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ചെയ്തിട്ട് പരിശ്രമിച്ച് കിട്ടേണ്ടതാണ് ശരിക്കുമുള്ള എന്താണ് ഇക്വാലിറ്റി എന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻട്രൽ തീമായിട്ട് ലിറ്ററേച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഫ്രഞ്ച് റെവല്യൂഷൻ ആൻഡ് ദ കൺസർവേറ്റീവ് ഇംഗ്ലീഷ് പ്രസ്. അടുത്തതാണ് ഫ്രഞ്ച് റെവല്യൂഷനും കൺസർവേറ്റീവ് ഇംഗ്ലീഷ് പ്രസ്സും എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ബുക്ക് ഒന്നും കൂടി നന്നായിട്ട് റെഫർ ചെയ്യുക, വായിക്കുക, അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇൻ ഇംഗ്ലണ്ട് ദ ഫ്രഞ്ച് റെവല്യൂഷൻ ക്രിയേറ്റഡ് ഫിയർ ആൻഡ് ആൻസൈറ്റി അല്ലേ. അപ്പോൾ ആ ഒരു ഇംഗ്ലണ്ടിൽ ഈ ഒരു ടൈമിൽ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യം, ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തത് മൊത്തം ഫിയറും ആൻസൈറ്റിയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എസ്പെഷ്യലി എമംഗ് കൺസർവേറ്റീവ് ഗ്രൂപ്പ്സ് അല്ലേ. കൺസർവേറ്റീവ് ഗ്രൂപ്പ്സിൻ്റെ ഇടയിലാണ് ഇത് കൂടുതലായിട്ട് ഈ ഒരു ആൻസൈറ്റിയും ഫിയറൊക്കെ കൂടുതലായിട്ട് കണ്ടിരുന്നത് എന്നും പറയുന്നുണ്ട്. എന്താണ് ഈ കൺസർവേറ്റീവ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്? കൺസർവേറ്റീവ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എന്താണ്? റെപ്രസെൻറ്റ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഫേവറിങ് ട്രഡീഷണൽ വാല്യൂസ്, ലിമിറ്റഡ് ഗവൺമെൻറ്, ഫ്രീ മാർക്കറ്റ്സ് ആൻഡ് സ്ട്രോങ് നാഷണൽ ഡിഫെൻസ് അല്ലേ. അതായത് കൾച്ചറൽ വാല്യൂസിനെയും ട്രഡീഷണൽ രീതിക്കൊക്കെ മുറുകെ പിടിക്കുന്ന കുറച്ച് കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരാണ് ഈ പറയുന്നത് കേട്ടോ. സോ അവർക്കായിരുന്നു ഇത് കൂടുതലും എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോ ദ ഇംഗ്ലീഷ് പ്രസ്, പർട്ടിക്കുലർലി ദ കൺസർവേറ്റീവ് സെക്ഷൻ, പോർട്രേറ്റ് ദ റെവല്യൂഷൻ ആസ് എ വയലന്റ് ആൻഡ് ഡേഞ്ചറസ് മൂവ്മെൻറ്റ്. അപ്പോൾ അവിടെ നിലവിൽ വന്നൊരു പ്രസ്സാണ് ഇംഗ്ലീഷ് പ്രസ്. അപ്പോൾ കൺസർവേറ്റീവ് ഗ്രൂപ്പ്സ് കൊണ്ടുവന്ന ഇംഗ്ലീഷ് പ്രസ് ഈ മൂവ്മെൻറ്റിനെ കണ്ടിരുന്നത് അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷനെ പോർട്രേ ചെയ്തിരുന്നത് എങ്ങനെയാണ്? ഒരു വയലൻറ്റും ഡേഞ്ചറസും ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിട്ടാണ്. They emphasized its brutality to discourage similar uprisings in Britain. സോ അവർ ആൾക്കാരെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത്. എന്തിനെ? ഈ ഇത്തരത്തിലുള്ള ബ്രൂട്ടാലിറ്റി അല്ലെ, ഭയങ്കര ക്രൂവലായിട്ടുള്ള കാര്യങ്ങൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ നടന്നിട്ടുണ്ട് എന്ന് ആൾക്കാരിൽ എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ട് ഇനി ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് ബ്രിട്ടനിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഡിസ്കറേജ് ചെയ്യാണ് ചെയ്തത്.
ഈ ഇംഗ്ലീഷ് പ്രസ്. ഓക്കെ, സോ ദ റെവല്യൂഷൻ വാസ് ഡിപ്പിക്റ്റഡ് നോട്ട് ആസ് എ സ്ട്രഗിൾ ഫോർ ജസ്റ്റിസ് ബട്ട് ആസ് എ ത്രെറ്റ് ടു social order and stability, reinforcing loyalty to the British monarchy and the political system. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സ്ട്രഗിൾ അല്ലേ, റെവല്യൂഷൻ വാസ് ഡെപ്പിക്റ്റഡ് നോട്ട് ആസ് എ സ്ട്രഗിൾ ഫോർ ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ മാത്രമല്ല ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, പക്ഷേ ഒരു ഭീഷണി കൂടിയായിരുന്നു അല്ലേ. സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ഓർഡർ, ഒരു സ്റ്റെബിലിറ്റി, അതെങ്ങനെയാണ് എന്താണ് അതിനുള്ളൊരു ഭീഷണിയും, അതേപോലെ തന്നെ കുറച്ചുകൂടി ലോയാലിറ്റി അല്ലെ, ബ്രിട്ടീഷ് മൊണാർക്കിയിലെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലുള്ള ഒരു ലോയാലിറ്റി റീഇൻഫോഴ്സ് ചെയ്യുന്ന ഒരു രീതിക്ക് കൂടി ഫ്രഞ്ച് റെവല്യൂഷൻ വന്നു തുടങ്ങി എന്ന് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പറയാം അടുത്ത കുറച്ച് 2 ആൾക്കാർ ഇതിനെ അല്ലേ, ലിറ്ററേച്ചറിൽ 2 ആൾക്കാർ ഫ്രഞ്ച് റെവല്യൂഷനും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതാണ് ആദ്യം എഡ്മണ്ട് ബർക്ക്. നമ്മുടെ റൊമാൻറ്റിക് പോയട്രി പഠിച്ചപ്പോൾ പറഞ്ഞ ഒരാളാണ് എഡ്മണ്ട് ബർക്ക് അല്ലേ. സോ എഡ്മണ്ട് ബർക്ക് എങ്ങനെയാണ് ഫ്രഞ്ച് റെവല്യൂഷനെ കണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. സോ എഡ്മണ്ട് ബർക്ക് പ്രൊമിനൻറ്റ് കൺസർവേറ്റീവ് തിങ്കർ. അപ്പോൾ ഇദ്ദേഹം ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ, കൺസർവേറ്റീവ് തിങ്കറാണ്. അതിൽ സ്ട്രോങ്ലി ഒപ്പോസ് ചെയ്യുക ചെയ്തത്, ഫ്രഞ്ച് റെവല്യൂഷനെ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിലൂടെ ഫ്രഞ്ച് റെവല്യൂഷനെ ഒപ്പോസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ വർക്കാണ് റിഫ്ലക്ഷൻസ് ഓൺ ദ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ്. റിഫ്ലക്ഷൻ ഓൺ ദ റെവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്ന് പറഞ്ഞ വർക്കിലൂടെ ഫ്രഞ്ച് റെവല്യൂഷനെ ഒപ്രസ് ചെയ്യുകയാണ് ചെയ്തത്. ഹി വ്യൂഡ് the revolution as a destructive force that attacked tradition, religion and established institutions. അല്ലേ, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രക്റ്റീവ് ഫോഴ്സാണ്, എല്ലാത്തിനെയും നശിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫോഴ്സാണ്. അത് അറ്റാക്ക് ചെയ്യുന്നത് അന്നത്തെ ട്രഡീഷനെയും റിലീജിയനെയും പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. Okay, Burke used Gothic and horrifying imagery to describe revolution. Okay, ഇനി അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ യൂസ് ചെയ്തിട്ടുള്ള ഇമേജറീസ് എന്താണെന്നാണ് പറയുന്നത്. അതായത് ഗോത്തിക്കും അല്ലേ, ഗോത്തിക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ശരിക്കും ഗോത്തിക് നോവൽസ് ഒക്കെ ഉണ്ട് നമുക്ക്, കുറച്ചൊരു ഹൊറർ നോവൽസിനെയൊക്കെയാണ് നമ്മൾ ഗോത്തിക് എന്ന് പറയുന്നത്. ശരിക്കും ഈ ഗോത്തിക് എന്നുള്ളത് യൂറോപ്പിൽ നിന്ന് വന്നൊരു വാക്യമാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ ശരിക്കുള്ള അർത്ഥം ഡാർക്ക്, മിസ്റ്റീരിയസ് അല്ലെ, നിഗൂഢമായിട്ടുള്ള, ഇരുണ്ട എന്നൊക്കെ ആണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഗോത്തിക് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഹൊററായിട്ടുള്ള രീതിയിൽ, അപ്പോൾ അത്തരത്തിൽ ഹൊറർ ഇമേജസ് ഒക്കെ ഫ്രഞ്ച് റെവല്യൂഷനെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്മണ്ട് ബർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്തിട്ടുണ്ട്, ഖയോട്ടിക് ആൻഡ് മോൺസ്ട്രസ് അല്ലേ, ഭയങ്കര ഭീകരവാദികളായിട്ടും മോൺസ്ട്രസ് രൂപികൾ എന്നൊക്കെ പറയില്ലേ, അത്തരത്തിൽ ഫ്രഞ്ച് റെവല്യൂഷൻ അത്രയും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് എഡ്മണ്ട് ബർക്ക് കൊടുത്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ഹിം സഡൻ പൊളിറ്റിക്കൽ ചേഞ്ച് വുഡ് ലീഡ് ടു അനാർക്കി ആൻഡ് മോറൽ ബ്രേക്ക് ഡൗൺ അല്ലേ. പെട്ടെന്നുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു അനാർക്കിയും മോറൽ ബ്രേക്ക് ഡൗണും ആണ് എന്നാണ് പറയുന്നത്. ഹിസ് റൈറ്റിംഗ്സ് ഇൻഫ്ലുവൻസ്ഡ് ബ്രിട്ടീഷ് ഒപ്പീനിയൻ ഷേപ്പിംഗ് എ നെഗറ്റീവ് പെർസ്പെക്ഷൻ ഓഫ് ദ റെവല്യൂഷൻ അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിംഗ്സ് എന്ന് പറയുന്നത് കൂടുതലും ബ്രിട്ടീഷ് ഒപ്പീനിയനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രഞ്ച് റെവല്യൂഷനെ ഷേപ്പ് ചെയ്തിട്ടുള്ളത് ഒരു നെഗറ്റീവ് വേയിലും ആണ് എന്നാണ് പറയുന്നത്. സോ അതാണ് എഡ്മണ്ട് ബർക്കും ഫ്രഞ്ച് റെവല്യൂഷൻ തമ്മിലുള്ള റിലേഷൻ. ഇനി അടുത്ത ആളാണ്, എന്താ പറയുക, പോയറ്റിക് ഫിഗർ അല്ലെങ്കിൽ ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട ആളാണ് തോമസ് കാരലിൽ. ഓക്കെ, അദ്ദേഹം ഫ്രഞ്ച് റെവല്യൂഷൻ തമ്മിൽ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ എഡ്മണ്ട് ബർക്കിനെ തോമസ് കാരലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, തോമസ് കാരൽ ഓഫേർഡ് ഡിഫറെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ. ഫ്രഞ്ച് റെവല്യൂഷന് വേറൊരു കാഴ്ചപ്പാടാണ് തോമസ് കാരൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ തോമസ് കാരലിൻ്റെ ഫേമസ് വർക്കാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ദ ഫ്രഞ്ച് റെവല്യൂഷൻ എ ഹിസ്റ്ററി. ഫ്രഞ്ച് റെവല്യൂഷൻ എ ഹിസ്റ്ററി എന്നുള്ള വർക്ക്. സോ ആ ഒരു വർക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹി വ്യൂഡ് ദ റെവല്യൂഷൻ ആസ് എ നാച്ചുറൽ ആൻഡ് ഇന്നെവിറ്റബിൾ ഇവൻറ്റ് അല്ലേ, ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇവൻ്റായിട്ടും ഒരു നാച്ചുറൽ ഇവൻറ്റുമായിട്ടാണ് ഫ്രഞ്ച് റെവല്യൂഷനെ അദ്ദേഹം കണ്ടിട്ടുള്ളത്. ഓക്കെ, എന്നാൽ നമ്മുടെ എഡ്മണ്ട് ബർക്ക് അങ്ങനെയായിരുന്നു അല്ല, അദ്ദേഹം ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ തോമസ് കാരൽ പറഞ്ഞിട്ടുള്ളത് അതൊരു ഇന്നെവിറ്റബിൾ ഇവൻ്റാണ്, സിമിലർ ടു എ പവർഫുൾ നാച്ചുറൽ ഡിസാസ്റ്റർ അല്ലേ. അത് ഒരു നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്? നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവുന്ന അല്ലെ നമ്മുടെ വേൾഡിൽ ഉണ്ടാവുന്ന ഇപ്പോൾ ചിലപ്പോൾ ഒരു കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, ഇതൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. സോ അത് വന്നേ പറ്റൂ അല്ലേ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഡിസാസ്റ്ററാണ് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ എന്നാണ് തോമസ് കാരലിൽ പറഞ്ഞിട്ടുള്ളത്. സോ അക്കോർഡിംഗ് ടു ഹിം ദ സഫറിങ് ഓഫ് ദ പുവർ ആൻഡ് ദ കറപ്ഷൻ ഓഫ് ദ അരിസ്റ്റോക്രസി മെയ്ഡ് ദ റവല്യൂഷൻ അൺഅവോയ്ഡബിൾ അല്ലേ. അപ്പോൾ ശരിക്കും ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമായി മാറാൻ ശരിക്കും എന്താ കാരണം? പുവർ ആയിട്ടുള്ള ആളുകൾ അല്ലേ, കോമൺ പീപ്പിളിൻ്റെ ഒരു സഫറിങ്ങും അതുപോലെ തന്നെ അരിസ്റ്റോക്രസിയിലെ പ്രഭുക്കന്മാർ അവർ ചെയ്തിട്ടുള്ള കറപ്ഷൻസ് അല്ലേ, അവരുടെ നീതി ഇല്ലായ്മയും എന്താ പറയുക, കറപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, അഴിമതികളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷനെ ഒരു ആവശ്യകതയിലേക്ക് ആണ് കൊണ്ടുവന്നത് എന്നാണ് പറയണത്. ഹി ബിലീവ്ഡ് ദാറ്റ് ദ റൂളിംഗ് ക്ലാസ് ഹാഡ് ക്രിയേറ്റഡ് ദ കണ്ടീഷൻസ് ഫോർ ദെയർ ഓൺ ഡൗൺഫോൾ അല്ലേ. ഈ റൂളിംഗ് ക്ലാസ് അല്ലേ, അന്ന് റൂൾ ചെയ്തിരുന്ന ആൾക്കാരെയാണല്ലോ റൂളിംഗ് ക്ലാസ്, അരിസ്റ്റോക്രാറ്റ്സ്. അപ്പോൾ അവർ തന്നെയാണ് ഇത്തരത്തിലൊരു സിറ്റുവേഷൻ കൊണ്ടുവരാൻ കാരണമായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തത് ഇവരുടെ ഡൗൺഫോളിന് കാരണമായതും ഇവർ തന്നെയാണ്, ഈ റൂളിംഗ് ക്ലാസ് തന്നെയാണെന്നാണ് കാരൽ പറയുന്നത്. ആൻഡ് ഹിസ് പെർസ്പെക്റ്റീവ് എംഫസൈസസ് കോസ് ആൻഡ് കോൺസിക്വൻസസ്. അപ്പോൾ കാരണങ്ങളും അതിൻ്റെ റിസൾട്ട്സും, അതാണ് കോസസ് ആൻഡ് കോൺസിക്വൻസസ്, അതിനെ എംഫസൈസ് ചെയ്യാണ് ഇദ്ദേഹം ചെയ്തത്. സജസ്റ്റിംഗ് ദാറ്റ് പ്രൊലോങ്ഡ് ഇൻജസ്റ്റിസ് വിൽ ഇന്നെവിറ്റബിളി ലീഡ് ടു അപ്ഹീവൽ അല്ലേ. അതായത് കുറേ കാലം നീണ്ടു നിൽക്കുന്ന ഇൻജസ്റ്റിസ്, നീതിയില്ലായ്മ അല്ലേ, അനീതി എന്തിലേക്ക് നയിക്കും? ആൻഡ് ഇറ്റ് ഒബ്വിയസ്ലി ലീഡ് ടു ദ അപ്ഹീവൽ അല്ലേ. അതായത് ആ ഒരു പ്രക്ഷോഭം, അപ്ഹീവൽ എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭത്തിലേക്ക് നയിക്കും എന്നാണ് ആര് പറയുന്നത്? തോമസ് കാരൽ പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ്റെ നീഡ്നെസ്സിനെ കുറിച്ചിട്ടാണ്, ആവശ്യകതയെ കുറിച്ചിട്ടാണ് തോമസ് കാരൽ പറഞ്ഞത്. എന്നാൽ എഡ്മണ്ട് ബർക്ക് പറഞ്ഞത് ഫ്രഞ്ച് റവല്യൂഷൻ ആവശ്യമില്ലാത്ത ഒരു എന്താ പറയേണ്ടത്, ഒരു അൺനെസസറി ആയിട്ടുള്ള ഡിസ്ട്രോയബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടും ഭയങ്കര ഡിഫറെൻറ്റ് രീതിക്കാണ് ഫ്രഞ്ച് റവല്യൂഷനെ കണ്ടിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എ ടെയിൽ ഓഫ് ടു സിറ്റീസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് എങ്ങനെയായിരുന്നു ഫ്രഞ്ച് റവല്യൂഷനിലെ അരിസ്റ്റോക്രസിയും പുവർ ആയിട്ടുള്ള ആളുകളും എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഡിക്കൻസ് വിവിഡ്ലി പോർട്രേസ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ ഇൻ ഹിസ് നോവൽ അല്ലേ. നമുക്ക് കാണാൻ പറ്റും, നോവൽ വായിച്ചു നമ്മൾ സമ്മറിയൊക്കെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റും റിച്ച് ആയിട്ടുള്ള ആൾക്കാരെയും പുവർ ആയിട്ടുള്ള ആൾക്കാരെയും എങ്ങനെയാണ് അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുള്ളത് അല്ലേ. രണ്ടും രണ്ട് രീതിക്ക് തന്നെ അദ്ദേഹം പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എവർമൗണ്ട് ഫാമിലിയിലെ എവർമൗണ്ട് ഫാമിലി, അരിസ്റ്റോക്രാറ്റ് ആയിട്ടുള്ള എവർമൗണ്ട് ഫാമിലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയായിരുന്നു? ക്രൂവലും ഇൻഡിഫറൻറ്റ് അരിസ്റ്റോക്രസിയും അല്ലേ. ഭയങ്കര ക്രൂവലിറ്റി നിറഞ്ഞ കാര്യമായിരുന്നു. നമ്മൾ പറഞ്ഞില്ല, ആ ഫാമിലിയിലെ ആളാണ് ആ പാവപ്പെട്ട കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നത്. അതിൽ പെട്ട ഒരാളായിരുന്നു ആര്? ചാൾസ് ഡാർണെ. എന്നാൽ ഇതിൽ തീരെ എന്താ പറയണേ, നേരിട്ട് ബന്ധമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആ ഒരു ക്രൂവൽറ്റി മനസ്സിലാക്കിയിട്ടാണ് ചാൾസ് ഡാർണെ എവർമൗണ്ട് ഫാമിലിയുടെ ഐഡൻറ്റിറ്റി വേണ്ടാന്ന് വെച്ചിട്ട് പുതിയ പേരൊക്കെ സ്വീകരിച്ചത്. അപ്പോൾ അത്രത്തോളം ആ ഒരു അരിസ്റ്റോക്രസിയുടെ ഒരു ക്രൂവൽറ്റിയാണ് അവിടെ കാണിക്കുന്നത്. ആൻഡ് വൈൽ ദ പീപ്പിൾ ഓഫ് സെയിൻറ്റ് ആൻ്റണി സിംബലൈസസ് ദ സഫറിങ് മാസസ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? റെപ്രസെൻറ്റ് ചെയ്യുന്നത് സഫറിങ് മാസസിനെയാണ് അല്ലേ. ഡിക്കൻസ് യൂസസ് പവർഫുൾ ഇമേജറി ടു ഷോ ദ എക്സ്ട്രീം പോവർട്ടി ഓഫ് പീപ്പിൾ സച്ച് ആസ് സീൻസ് വെയർ ദേ ഡെസ്പറേറ്റ്ലി കൺസ്യൂം സ്പിൽഡ് വൈൻ ഫ്രം ദ സ്ട്രീറ്റ്സ് അല്ലേ. അപ്പോൾ പറയുന്നുണ്ട് ഇദ്ദേഹം ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ പറയുന്നൊരു കാര്യമാണ് സ്പിൽഡ് വൈൻസ്. അവിടെ വൈൻ ഷോപ്പിലാണല്ലോ ഈ അലക്സാണ്ടർ മാനറ്റ് അഭയം പ്രാപിച്ചായിരുന്നത്. അപ്പോൾ ആ ഒരു സീനിൽ അവിടെ പറയുന്നത് സ്പിൽഡ് വൈൻസ് എന്ന്, അതായത് പൊട്ടിച്ചിതറി കിടക്കുന്ന എന്താണ് വൈൻ ബോട്ടിൽ നിന്ന് അവിടുത്തെ ആളുകൾ, ആ സൊസൈറ്റിയിലെ പാവപ്പെട്ട ആൾക്കാർ അതിങ്ങനെ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സീനൊക്കെ ആ ഒരു നോവലിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എക്സ്ട്രീം പോവർട്ടി, ആ കാലഘട്ടത്തിലെ എക്സ്ട്രീം പോവർട്ടി അല്ലേ. നമുക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടിയാൽ മതി എന്നുള്ള ഒരു തോട്ടാണ് കോമൺ പീപ്പിൾ. അപ്പോൾ അത് എക്സ്ട്രീം പോവർട്ടീനെയാണ് അന്നത്തെ അവിടുത്തെ കാണിക്കുന്നത്. ആൻഡ് such as scenes where they desperately consume spilled wine from the streets അല്ലേ. സോ ദിസ് ഹങ്കർ, ആ സ്ട്രീറ്റിൽ നിന്നാണ് കേട്ടോ അവരങ്ങനെ എന്ത് ചെയ്യുന്നത്, അങ്ങനെ സ്പില്ല് ചെയ്തിട്ടുള്ള വൈന് കൺസ്യൂം ചെയ്യുന്നത്. അത് ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, സാഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ദിസ് ഹങ്കർ ബിക്കം സിംബോളിക് ഓഫ് ബോത്ത് ഫിസിക്കൽ ഡിപ്രൈവേഷൻ ആൻഡ് ഇമോഷണൽ ആങ്കർ അല്ലേ. ഈ ഒരു കാര്യം, ഈ ഒരു ഹങ്കർ, ഒരു എന്നുള്ളൊരു കാര്യം ശരിക്കും സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ബോത്ത് ഫിസിക്കൽ ഡിപ്രൈവേഷൻ, ഫിസിക്കലി നമ്മൾ കാണുന്ന ഒരു എന്താ പറയുക ഡിപ്രൈവേഷൻ, ഒന്നുമില്ലായ്മയും, അതുപോലെ തന്നെ ഇമോഷണൽ ആങ്കറിനെയാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. വിച്ച് ഇവൻച്വലി ട്രാൻസ്ഫോംസ് ഇൻ ടു എ ഡിസയർ ഫോർ റിവെഞ്ച് അഗെയിൻസ്റ്റ് ദ റൂളിംഗ് ക്ലാസ് അല്ലേ.
അത് ശരിക്കും ട്രാൻസ്ഫോം ചെയ്യുന്നത് ലാസ്റ്റ് എന്തിലേക്കാണ്? റൂളിംഗ് ക്ലാസ്സിലെ ആളുകൾക്കെതിരെയായിട്ടുള്ളൊരു റിവെഞ്ചും ഒരു പ്രതികാരം കൂടിയാണ് ഇവരത് കാണിക്കുന്നത്, ഡിക്കൻസ് ആ ഒരു നോവലിലെ ഈ സീനുമായിട്ട് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ അടുത്തത് ഡിക്കൻസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ റെവല്യൂഷൻ ആണ്. ഈ റെവല്യൂഷൻ്റെ ഡിക്കൻസ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ്. ഓക്കെ, സോ ഡിക്കൻസ് പ്രസൻസ് എ ബാലൻസ്ഡ് ഓർ ഡുവൽ പെർസ്പെക്റ്റീവ് ഓൺ ദ റെവല്യൂഷൻ അല്ലേ. നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള പെർസ്പെക്റ്റീവ് റെവല്യൂഷൻ്റെ ഡിക്കൻസ് കാണിച്ചിട്ടുണ്ട്. On one hand, he acknowledges that the suffering of the poor made the revolution necessary and justified അല്ലേ. അതായത് സഫറിങ് അല്ലെങ്കിൽ സഫർ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ നെസസറി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടും ജസ്റ്റിഫൈഡ് ഒരു കാര്യമായിട്ടുമാണ് കാണിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് ഓൺ ദി അതർ ഹാൻഡ് ഹി ക്രിട്ടിസൈസസ് ദ വേ ഇറ്റ് ടേൺഡ് ഇൻ ടു അൺകൺട്രോൾഡ് വയലൻസ് അല്ലേ. ലാസ്റ്റ് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ളൊരു വയലൻസിലേക്ക് ടേൺ ചെയ്യുന്നതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാൾസ് ഡിക്കൻസ്. ഓക്കെ, he highlights the dangers of mob mentality where individuals lose their sense of morality within a crowd അല്ലേ. ഒരു ക്രൗഡിൽ ഒരു കൂട്ടം ആളുകളുടെ നടുവിൽ ഇത്തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് അവരുടെ സെൻസ് നഷ്ടപ്പെട്ട് അല്ലേ, ഒരു മോറൽ അല്ലെങ്കിൽ എന്താണ് മോറൽ സെൻസ് നഷ്ടപ്പെട്ട് പെരുമാറുന്നതിനാണ് ഈ മോബ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. അതിനെ ഇദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ട് പറയുന്നിട്ടുണ്ട്. അതിൻ്റെ ഡേഞ്ചറിനെ കുറിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യണം, ഡിക്കൻസ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ദോ സിമ്പിൾസ് ലൈക്ക് ദ ഗ്രിൻസ്റ്റോൺ and the guillotine, Dickens shows how violence becomes normalized അല്ലേ. അപ്പോൾ ആ സീൻ ഇതിൽ പറയുന്ന ഗ്രിൻസ്റ്റോണും ഗില്ലറ്റിനൊക്കെ ഈ നോവലിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നമ്മൾ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ആ കാലഘട്ടത്തിൽ. സോ അതെല്ലാം ഒരു എന്താണ് ആ വയലൻസിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്രേ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. His portrait suggests that while revolutions may begin with noble ideas, they can easily descend into chaos and brutality അല്ലേ. ഒരു നോബിൾ ഐഡിയയിൽ നിന്നും അല്ലെങ്കിൽ ഒരു ജസ്റ്റിസിനും ഇക്വാലിറ്റിക്കൊക്കെ വേണ്ടി തുടങ്ങുന്നതാണ് ഈ ഫ്രഞ്ച് റെവല്യൂഷൻ എന്നിരുന്നാൽ പോലും അത് ചെന്ന് അവസാനിക്കുന്നത് ഒരു ഡിസെൻറ്റ് അല്ലേ. അത് ഇറ്റ് ക്യാൻ ഈസിലി ഡിസെൻഡ് ഇൻ ടു കയോസ് ആൻഡ് ബ്രുട്ടാലിറ്റി അല്ലേ. ലഹളയിലേക്കും ബ്രുട്ടാലിറ്റി, കയോസ് ആൻഡ് ബ്രുട്ടാലിറ്റിയിലേക്ക് അതെങ്ങനെ മാറുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ചാൾസ് ഡിക്കൻസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നൗ ദ റെവല്യൂഷൻ ഓഫ് റീസൺ ഇൻ എ ടെയിൽ ഓഫ് 2 cities. ഓക്കെ, ഇനി എങ്ങനെയാണ് എന്താ പറയണേ, ഒരു റെവല്യൂഷൻ ഓഫ് റീസൺ ടെയിൽ ഓഫ് 2 cities എന്താണ് റെവല്യൂഷൻ ഓഫ് റീസൺ എന്നാണ് പറയാൻ പോകുന്നത്. സോ ദി ഐഡിയ ഓഫ് റെവല്യൂഷൻ ഓഫ് റീസൺ റെഫേഴ്സ് ടു ദ അറ്റംപ്റ്റ് ടു റീപ്ലേസ് ദ ഓൾഡ് ട്രഡീഷൻ വിത്ത് ലോജിക്, റാഷണാലിറ്റി ആൻഡ് ഇക്വാലിറ്റി. ഓക്കെ, അതായത് അതൊരു അറ്റംപ്റ്റ് ആണ് കേട്ടോ. റെവല്യൂഷൻ ഓഫ് റീസൺ എന്ന് പറയുന്നത് ഒരു അറ്റംപ്റ്റ് ആണ്. എന്താണ് ഈ ഓൾഡ് ട്രഡീഷൻസിനെ ഓൾഡ് ആയിട്ടുള്ള കുറച്ച് ട്രഡീഷൻസ് ഉണ്ടല്ലോ, അതിനെ ലോജിക്കും റാഷണാലിറ്റിയും ഇക്വാലിറ്റിയും വെച്ച് റീപ്ലേസ് ചെയ്യുന്ന ഒരു ചേഞ്ച്, റീപ്ലേസ് പറഞ്ഞ ഒരു ചേഞ്ച് ആണല്ലോ. ആ ചേഞ്ചിനാണ് റെവല്യൂഷൻ ഓഫ് റീസൺ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു റീസൺ എന്തായിരുന്നു, നമ്മുടെ ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് റീസൺസ്. അപ്പോൾ ഹവെവർ ഡിക്കൻസ് പ്രസൻസ് ദിസ് ഐഡിയ ക്രിട്ടിക്കലി. പക്ഷേ ഇത് ക്രിട്ടിക്കലായിട്ട് കുറച്ച് വിമർശിച്ചിട്ടാണ് ഈ ഒരു ഐഡിയനെ കുറിച്ചിട്ട് ഡിക്കൻസ് സംസാരിക്കുന്നത്. He shows that excessive reliance on reason without compassion and humanity can lead to cold and mechanical justice അല്ലേ. അതായത് എന്താണ് ഡിക്കൻസ് പറയുന്നത്, എക്സസീവ് ആയിട്ടുള്ള അല്ലേ ഒരു റീസണിൻ്റെ മേലെ അല്ലെങ്കിൽ ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്ന ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ അല്ലേ തലയിൽ നിന്ന് ഇടുന്നത് ഹാർട്ടിൽ നിന്ന് എടുക്കുന്നതല്ല, അല്ലെങ്കിൽ അവിടെ കമ്പാഷൻ ഇല്ല, ഹ്യൂമാനിറ്റി ഇല്ല അല്ലേ, എന്താ ഒരു മാനുഷിക മൂല്യം ഒന്നും അവിടെ കൊടുക്കുന്നില്ല. പക്ഷെ ഒരു ലോജിക് മാത്രം കൊടുക്കുന്നു, അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അപ്പോൾ അതിൽ എക്സസീവായിട്ട് റിലൈ ചെയ്യുന്നത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്ന പറയണേ, ഒരു തണുത്ത് മരവിച്ച ഒരു മെക്കാനിക്കൽ ജസ്റ്റിസ് മാത്രമേ അവിടെ കിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ദ റെവല്യൂഷൻ ഇൻ ഇറ്റ്സ് അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് എ റാഷണൽ സൊസൈറ്റി ഓഫൺ ഇഗ്നോർസ് ഇമോഷൻസ് ലൈക്ക് മേഴ്സി ആൻഡ് ഫോർഗീവ്നെസ് അല്ലേ. നമുക്കിവിടെ കാണാൻ പറ്റും, ഈ നോവലിലും നമുക്കിവിടെ കാണാൻ പറ്റും എന്താ ഈ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ എന്നുള്ളത് ഒരു റാഡിക്കൽ സൊസൈറ്റീനെ അല്ലെങ്കിൽ റാഷണൽ സൊസൈറ്റീനെ, മതമൊന്നും ഇല്ലാത്തൊരു സൊസൈറ്റീനെ ക്രിയേറ്റ് ചെയ്യാനാണ് അറ്റംപ്റ്റ് ശ്രമിക്കുന്നതെങ്കിലും അത് പലപ്പോഴും ഇമോഷൻസിനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട് അല്ലേ. മേഴ്സി, ദയ, അതേപോലെ തന്നെ മാപ്പ്, ഫോർഗീവ്നെസ്, ആ ഒരു സാധനത്തൊക്കെ ഇവർ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നോവലിലും കാണാൻ പറ്റും. മാഡം ഡിഫാജെ മൊത്തം റിവെഞ്ച്, പ്രതികാരം കൊണ്ട് നടക്കുകയാണ്, അവിടെ ഒരു ഫോർഗീവ്നെസ് ഒന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഇമോഷൻസിന് അവിടെ അവർ ഇഗ്നോർ ചെയ്തിട്ട് മൊത്തം എന്തിനാണ് കൊടുക്കുന്നത്, ഇത്തരത്തിലുള്ള റാഷണൽ സൊസൈറ്റീൻ്റെ
ഒരു എന്താണ് ലോജിക്കായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് സച്ച് ആസ് മാഡം ഡിഫാജെ റെപ്രസെൻറ്റ് ദിസ് ഹാഷ് റാഷണാലിറ്റി. ഈ ഒരു ഹാഷ് റാഷണാലിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാഡം ഡിഫാജെ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. വേർ ജസ്റ്റിസ് ബിക്കം സിനോണിമസ് വിത്ത് റിവെഞ്ച്, അല്ലേ? റിവെഞ്ച് ആണ് ഈ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സിനോണിമസ് ആയിട്ട്. അവർക്ക് ജസ്റ്റിസ് കിട്ടുന്നത് ആ പ്രതികാരം ചെയ്തിട്ടാണ്. പക്ഷെ പ്രതികാരം എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലേ? സോ ഡിക്കൻസ് സജസ്റ്റ് ദാറ്റ് ട്രൂ പ്രോഗ്രസ് റിക്വയേഴ്സ് എ ബാലൻസ് ബിറ്റ്വീൻ റീസൺ ആൻഡ് കമ്പാഷൻ. അപ്പം ഡിക്കൻസ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരിക്കും കിട്ടുന്ന ഒരു പ്രോഗ്രസ്, അല്ലേ? ഇൻഫാക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് അതിന് വേണ്ടത് എന്താണ്? ഒരു ബാലൻസ് ആണ്. എന്ത്? റീസണും കമ്പാഷനും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് അവിടെ വേണ്ടത്, അല്ലേ? വെറും റീസൺ മാത്രം ഉണ്ടായാൽ നമുക്ക് അവിടെ എന്ത് കിട്ടില്ല? ഒരു ട്രൂ പ്രോഗ്രസ് ഉണ്ടാവില്ല. വെറും കമ്പാഷൻ മാത്രമാണെങ്കിലും ട്രൂ പ്രോഗ്രസ് ഉണ്ടാവില്ല. രണ്ടിൻ്റെയും ഒരു കമ്പൈൻഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താണ് സിറ്റുവേഷൻ ഓഫ് ദിസ് അല്ലെങ്കിൽ ബാലൻസ് ബിറ്റ്വീൻ റീസൺ ആൻഡ് കമ്പാഷൻ മാത്രമാണ് പ്രോഗ്രസ്സിലേക്ക് എത്തുള്ളൂ എന്നുള്ളതാണ് ആര് പറയുന്നത്? ഡിക്കൻസ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഡിക്കൻസ് ടെയിൽ ഓഫ് ടു സിറ്റീസിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇനി കൺക്ലൂഷൻ നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് എങ്ങനെ പറയാം? ഓവറോൾ ദിസ് യൂണിറ്റ് എന്ത് ചെയ്യുന്നത്? ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, അല്ലേ? ഫ്രഞ്ച് റെവല്യൂഷൻ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഇവൻ്റ് ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് പോസിറ്റീവ് സൈഡ്സും ഉണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ്സും ഉണ്ട്. അതിൻ്റെ കോൺസിക്വൻസസും നമ്മൾ പഠിച്ചു. ത്രൂ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്, അല്ലേ? ബർഗ്സിൻ്റെ ഫിയർ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കാരൽസിൻ്റെ ഇന്നെവിറ്റബിലിറ്റി ആൻഡ് ഡിക്കൻസ് ബാലൻസ്ഡ് വ്യൂ. ഈ ഒരു യൂണിറ്റ്, അല്ലേ? നമ്മൾ മൂന്നാൾക്കാരുടെ ചാൾസ് ഡിക്കൻസിൻ്റെയും തോമസ് കാരലിൻ്റെയും അതേപോലെ തന്നെ ആരുടെ നമ്മുടെ എഡ്മണ്ട് ബർക്കിൻ്റെയും മൂന്ന് വ്യൂ പോയിൻ്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു 3 വ്യൂ പോയിൻറ്റിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഈ യൂണിറ്റ് എങ്ങനെയാണ് ലിറ്ററേച്ചർ ഹിസ്റ്ററീനെ ഒരു പലതരത്തിൽ, അല്ലേ? ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിനെ, ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഹിസ്റ്റോറിക്കൽ എന്താണ് ഇവൻറ്റ്സിനെ പല രീതിക്ക് എങ്ങനെയാണ് പോർട്രേ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. സോ ഡിക്കൻസ് അൾട്ടിമേറ്റ്ലി വാണ്ട്സ് ദാറ്റ് ഇഗ്നോറിങ് സോഷ്യൽ ഇൻജസ്റ്റിസ് ലീഡ്സ് ടു റെവല്യൂഷൻ, അല്ലേ? അതായത് സോഷ്യൽ ഇൻജസ്റ്റിസിനെ ഇഗ്നോർ ചെയ്യുന്നത് ഒരു റെവല്യൂഷനിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും താങ്ങാനാവാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ബെയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം അതിനെതിരെ പോരാടുക എന്നുള്ളതാണ് ഡിക്കൻസ് പറയുന്നത്. ബട്ട് അൺകൺട്രോൾഡ് റെവല്യൂഷൻ ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. പക്ഷേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, റെവല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റണം. അല്ലാതെ അൺകൺട്രോൾ ആയിട്ട് അവിടെ വയലൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്തിനെ ലീഡ് ചെയ്യുക? ഡിസ്ട്രക്ഷനിലേക്ക്, നാശത്തിലേക്കാണ് ലീഡ് ചെയ്യുക എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോ ഈ യൂണിറ്റ് എംഫസൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ജസ്റ്റിസ്, ബാലൻസ് and humanity in social transformation. Okay, so importance of justice, balance and humanity in any social transformation. Okay, so that's all about the unit 3 of British literature 19th century block 1. Okay, so we discussed all the things that we can see in the novel Tale of Two Cities related to French Revolution. Okay, so that's all about today's session. I hope എവറിത്തിങ് ഇസ് ക്ലിയർ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യൂണിറ്റ് 3 മൊത്തം നമ്മളിന്ന് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി യൂണിറ്റ് 4 നമ്മൾ അതായത് ഈ പേപ്പറിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ്, അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതർ ആസ്പെക്ട്സ്, ഈ നോവലിൻ്റെ ബാക്കി ആസ്പെക്ട്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ യൂണിറ്റ് 4 പഠിക്കുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.